നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 100 ദിവസത്തെ ചലഞ്ചിലെ സ്റ്റഡി പ്ലാനിൻ്റെ 20ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC മുതലായ 10th ലെവൽ പരീക്ഷകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഭരണഘടനയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ ഭരണഘടനാ നിർമ്മാണ സഭ, രണ്ടാമത്തെ ക്ലാസ്സിൽ ഭരണഘടനയുടെ ആമുഖം. ഇന്ന് നമ്മൾ പൗരത്വമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ക്ലാസ് കൊണ്ട് പൗരത്വം എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. എന്താണ് പൗരത്വം എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിൻ്റെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് പറയുമല്ലേ. അപ്പോൾ ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു രാജ്യത്തിൻ്റെ അംഗമാണെങ്കിൽ അതിനെ എന്താണ്? ആ രാജ്യത്തിൻ്റെ പൗരത്വം എന്ന് പറയാം. അപ്പം ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 2. ഭാഗം 2ലാണ് പൗരത്വം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം ഏതാണ്? ഏക പൗരത്വം എന്ന് പറയുന്ന ആശയമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏക പൗരത്വം അല്ലേ? ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. ഓരോ ആശയങ്ങളും ഓരോ രാജ്യത്തു നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. അതിൽ ഭരണഘടനയുടെ ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അറിഞ്ഞിരിക്കുക, ഭാഗം 2 അനുച്ഛേദം 5 മുതൽ 11 വരെ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 5ലാണ് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാർ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്നാണ് നിലവിൽ വന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാരെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 5ലാണ്. ഇനി ആർട്ടിക്കിൾ 6ലാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവർക്ക് പൗരത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 6 പറയുന്നത് എന്താണ്? പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുണ്ടല്ലോ, അവർക്കുള്ള പൗരത്വത്തിൻ്റെ അവകാശമാണ് ആർട്ടിക്കിൾ 6. ക്ലിയർ ആണല്ലോ? ആർട്ടിക്കിൾ 5 എന്താണ്? ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാർ. ആർട്ടിക്കിൾ 6 പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്കുള്ള പൗരത്വത്തിൻ്റെ അവകാശമാണ് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 7ആണ് 1947 ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തിട്ട് പിന്നെ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ പൗരന്മാരായി അങ്ങനെയുള്ളവർക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 7. അപ്പോൾ 47ൻ്റെ പ്രത്യേകത എന്താ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ 1947 ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തു. അതിനുശേഷം വീണ്ടും ഇന്ത്യയിൽ തിരിച്ചെത്തി എന്തായി? ഇന്ത്യൻ പൗരന്മാരായി. അങ്ങനെയുള്ളവർക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 7 പറയുന്നത്. അടുത്തതാണ് ആർട്ടിക്കിൾ 8. ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് പുറത്ത് താമസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പൗരത്വത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 8. ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് പുറത്ത് താമസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പൗരത്വമാണ് ആർട്ടിക്കിൾ 8. ആർട്ടിക്കിൾ 9 എന്താണ് പറയുന്നതെന്നറിയോ? വിദേശ പൗരത്വം സ്വീകരിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാരായിരിക്കില്ല എന്ന് ആർട്ടിക്കിൾ 9 അനുച്ഛേദം 9 പറയുന്നു. വിദേശ പൗരത്വം സ്വീകരിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കത്തില്ല. ആർട്ടിക്കിൾ 10ലാണ് പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ചയെക്കുറിച്ച് പറയുന്നത്. പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച ആർട്ടിക്കിൾ 10. ദെൻ ആർട്ടിക്കിൾ 11 എന്താണ് പറയുന്നത്? പൗരത്വത്തിനുള്ള അവകാശം പാർലമെൻറ്റ് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് എന്ന് പറയുന്നു. പൗരത്വത്തിനുള്ള അവകാശം പാർലമെൻറ്റ് നിയമം വഴി ക്രമപ്പെടുത്താം. ഇങ്ങനെ 5, 6, 7, 8, 9, 10, 11 ഇത്രയും സെക്ഷനുകളാണ് എന്തിനെ പറ്റി പറയുന്നത്? പൗരത്വത്തെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്നത്. ഇനി പൗരത്വ നിയമം, ഇന്ത്യൻ പൗരത്വ നിയമം എന്നാണ് പാർലമെൻറ്റ് പാസ്സാക്കിയത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. 1955ലാണ് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി പൗരത്വത്തെ 2 രീതിയിൽ തിരിക്കാം. പൗരത്വത്തെ 2ആയിട്ട് തരം തിരിക്കാം. സ്വാഭാവിക പൗരത്വം എന്ന് പറയുമ്പോൾ ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം എന്ന് പറയുന്നത്. ഇനി അല്ലാതെ ആർജിതമായ പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾ നേടിയെടുക്കുന്ന പൗരത്വം, ആർജിച്ചെടുക്കുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. ജന്മനാ ലഭിക്കുന്നതാണെങ്കിൽ സ്വാഭാവിക പൗരത്വം, നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന പൗരത്വമാണ് ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നത്.
ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പൗരത്വം നേടിയെടുക്കാവുന്ന മെത്തേഡുകൾ നോക്കാം. പാർലമെൻറ്റ് പാസ്സാക്കിയ 1955 പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം നേടിയെടുക്കും. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിൽ ഓഡ് വൺ ഏതാണെന്നുള്ള രീതി ചോദിക്കും, അല്ലെങ്കിൽ എത്ര രീതിയിൽ പൗരത്വം നേടിയെടുക്കാമെന്ന് ചോദിക്കും, എത്ര രീതിയിൽ ഇത് നഷ്ടമാകുമെന്ന് ചോദിക്കും. അപ്പോൾ എത്ര രീതിയിൽ ഇത് നേടിയെടുക്കാം? 5 രീതിയിൽ നേടിയെടുക്കാം. ഒന്ന് നമുക്കെല്ലാം അറിയാം, ജന്മസിദ്ധമായ പൗരത്വം. ജന്മസിദ്ധമായിട്ട് എന്ത് ചെയ്യാം? പൗരത്വം നേടിയെടുക്കാം. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം നേടിയെടുക്കാം. രജിസ്ട്രേഷൻ മുഖേന പൗരത്വം നേടാനായിട്ട് പറ്റും. അതുപോലെ ചിരകാല അധിവാസം മുഖേന പൗരത്വം നേടാനായിട്ട് പറ്റും. അങ്ങനെ ചിരകാല അധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയാണ് മദർ തെരേസ. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ 1951 ചിരകാലാധിവാസം മുഖേന എന്ത് നേടി? ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയാണ്. അതുപോലെ ഇന്ത്യൻ പൗരത്വം നേടിയ മറ്റൊരു വ്യക്തിയാണ് 1989 ഇന്ത്യൻ പൗരത്വം നേടിയ മറ്റൊരു വ്യക്തിയാണ് ലാറി ബേക്കർ. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലാറി ബേക്കർ. അപ്പോൾ ചിരകാല അധിവാസം മുഖേന പൗരത്വം നേടാനായിട്ട് കഴിയും. അങ്ങനെ ചിരകാല അധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തി മദർ തെരേസ. എന്താണ് മദർ തെരേസ അറിയപ്പെടുന്നത്? അഗതികളുടെ അമ്മ അല്ലേ. അതുപോലെ 1989 ലാറി ബേക്കറും ഇന്ത്യൻ പൗരത്വം ചിരകാല അധിവാസം മുഖേന നേടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി പ്രാദേശിക സംയോജനം മൂലം പൗരത്വം നേടിയെടുക്കാം. ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ഏതെങ്കിലും പ്രദേശങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അങ്ങനെ പ്രാദേശിക സംയോജനം വഴിയിട്ട് എന്ത് നേടിയെടുക്കാം? പൗരത്വം നേടിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ജന്മസിദ്ധമായ പൗരത്വം ഒന്ന്, പിന്തുടർച്ച വഴി പൗരത്വം നേടാനായിട്ട് കഴിയും. അതിനുശേഷം ചിരകാല അധിവാസം മുഖേന പൗരത്വം നേടാം. പ്രാദേശിക സംയോജനം വഴിയിട്ട് പൗരത്വം നേടാം. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും എത്ര രീതിയിൽ പൗരത്വം നേടാം, ഇതിലേതാണ് ഓഡ് വൺ ഔട്ട്, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന രീതിയിൽ ചോദിക്കാം. 5 രീതിയിൽ പൗരത്വം നേടാനായിട്ട് കഴിയും. 5 രീതിയിൽ പൗരത്വം നേടാനായിട്ട് കഴിയും. ജന്മസിദ്ധമായിട്ട്, പിന്തുടർച്ച വഴി, രജിസ്ട്രേഷൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല കേട്ടോ. രജിസ്ട്രേഷൻ ഒന്ന് എഴുതിയെടുത്തോളാം. രജിസ്ട്രേഷൻ മുഖേന ചിരകാല അധിവാസം, പ്രാദേശിക സംയോജനം. ഇനി എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാമെന്ന് ചോദിക്കും. 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാനായിട്ട് കഴിയും. ഒരു വ്യക്തിക്ക് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും? 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിരിക്കുക. എന്തൊക്കെയാണ്? ഒന്ന്, പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ. പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കുന്നത് മൂലം എന്താണ്? പൗരത്വം നഷ്ടപ്പെടും. അടുത്തത് എന്താണ്? പൗരത്വം നിർത്തലാക്കൽ, ടെർമിനേറ്റ് ചെയ്യുന്നു, പൗരത്വം നിർത്തലാക്കുന്നു. പൗരത്വാപഹരണം 3 രീതിയിൽ എന്ത് ചെയ്യാം? അയാളുടെ പൗരത്വം നഷ്ടപ്പെടും. ഇപ്പോൾ ഒരു 10th ലെവൽ എക്സാമിന് ഈ രീതിയിൽ ചോദിക്കും, എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ, നമ്മുടെ ഫീമെയിൽ APO പരീക്ഷയിലും ഈ ചോദ്യം ചോദിച്ചു അല്ലേ, എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും? 3 രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ 5 രീതിയിൽ പൗരത്വം നേടാൻ കഴിയും. 3 രീതിയിൽ എന്താണ്? ഇത് നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി പൗരത്വ ഭേദഗതി നിയമം 2019. നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റ് പൗരത്വ നിയമം പാസ്സാക്കിയത് 1955 പറഞ്ഞു. ഇനി പൗരത്വ ഭേദഗതി നിയമം നമുക്ക് പഠിക്കണം. 2019 പൗരത്വ ഭേദഗതി നിയമം. എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമം എന്നറിയോ? 2014, ശ്രദ്ധിച്ച് കേൾക്കുക, 2014 ഡിസംബർ 31 അതിനു മുമ്പോ, ഒന്നെങ്കിൽ 2014 ഡിസംബർ 31 അതിനു മുമ്പോ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവർ. അപ്പോൾ ശ്രദ്ധിക്കുക, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവർ ആരൊക്കെയാണ്? ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈൻ, പാഴ്സി, ക്രിസ്ത്യൻ. ഇത്രയും പേരാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവർ. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈൻ, പാഴ്സി, ക്രിസ്ത്യൻ. ഇത്രയും പേര് മതപീഡനം മൂലമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയതെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം 2019 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? അറിഞ്ഞ് ഇരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൗരത്വം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ ചെറിയൊരു ക്ലാസ്സാണ്, എന്നാൽ കാര്യങ്ങളെല്ലാം ഉള്ളൊരു ക്ലാസ്സാണ്. ക്ലാസ് കേട്ട് പഠിക്കുക. ഈ ക്ലാസ്സിൻ്റെ എക്സാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നൽകാം. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തേക്കാം. എല്ലാവരും ജോയിൻ ചെയ്യുക. ക്ലാസ് കേട്ട് പഠിക്കുക. ഭരണഘടനയാണ് ഓർഡറിൽ എടുക്കുന്നത്. സിലബസിലുള്ള ഓരോ ഭാഗങ്ങൾ പഠിപ്പിക്കുകയാണ്. നിർമ്മാണ സഭ പഠിപ്പിച്ചു,
ആമുഖം പഠിപ്പിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ പൗരത്വം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സിലബസിലെ അടുത്ത ടോപ്പിക്ക് പഠിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്